പ്രശംസ അർഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇതേ നിലപാട് തന്നെയാണ് കേരളത്തിലും. ഈ സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികാര നടപടികളോട് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മാത്രമല്ല BJPയുടെ അതേ ഭാഷ്യമാണ് കോൺഗ്രസിനുള്ളത്. BJP പ്രസിഡന്റ് സുരേന്ദ്രൻ എങ്ങനെയാണോ ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നത്, എങ്ങനെയാണോ കേന്ദ്രത്തെ ന്യായീകരിക്കുന്നത്, അതിൽ നിന്നൊട്ടും കുറയാതെ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, രാജ്യം നിർണായകമായ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ BJP ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വത്തെയോ വിധ്വംസക രാഷ്ട്രീയത്തെയോ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. CSDS നടത്തിയ ഒരു സർവേയിൽ, ഒരുപാട് സർവേകൾ നടക്കുന്നുണ്ട് രാജ്യത്ത്, പക്ഷേ സുപ്രധാനമായൊരു സർവേ നടന്നു. ആ സർവേയുടെ റിസൾട്ട് അനുസരിച്ച് രാജ്യത്ത് 79% ആളുകളും വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരാണ്. 80% ആളുകൾ ഈ രാജ്യം ബഹുസ്വരത നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ കോൺഗ്രസ് ആരെയാണ് ഭയക്കുന്നത്? ഇത് ഭയപ്പാടിൻ്റെ പ്രശ്നമല്ല. കോൺഗ്രസും BJPയും തമ്മിൽ കൃത്യമായൊരു അന്തർധാരയുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നൊരു സംഗതി, രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിൻ്റെ പ്രചരണം ഏതാണ്, BJPയുടെ പ്രചരണം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പോലും സാധ്യമല്ല എന്നാണ് ഇലക്ഷൻ പ്രചരണത്തെ നോക്കിക്കാണുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും താരതമ്യേന കോൺഗ്രസ് ശക്തമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കൾ, ഉദാഹരണത്തിന് കമൽനാഥ്, അദ്ദേഹത്തിൻ്റെ മകൻ നകുൽനാഥിൻ്റെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, പുറത്ത് അദ്ദേഹം പോകുന്നില്ല. ദിഗ്വിജയ് സിംഗ് സ്വന്തം മണ്ഡലമായ രാജ്ഘട്ടിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതാണ് മധ്യപ്രദേശിൻ്റെ അവസ്ഥ. BJPക്ക് രാഷ്ട്രീയമായി നല്ലൊരു വെല്ലുവിളി നടത്താൻ സാധിക്കുമായിരുന്നിടത്ത് അവിടെ കോൺഗ്രസ് പൂർണ്ണമായും അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു. രാജസ്ഥാനിലും ഇതാണ് അവസ്ഥ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷ പ്രാദേശിക പാർട്ടികളുണ്ട്. ബീഹാറിൽ RJD, UPയിൽ സമാജ്വാദി പാർട്ടി, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, ജാർഖണ്ഡിൽ JMM, അതുപോലെ തമിഴ്നാട്ടിൽ DMK തുടങ്ങിയ മതേതര പാർട്ടികളുടെ അതിശക്തമായ പ്രചാരണമാണ് BJPക്കെതിരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒടുവിൽ കഴിഞ്ഞ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഹൃദയഭൂമിയാണ് ഉത്തർപ്രദേശ് ആയിരുന്നല്ലോ. കോൺഗ്രസിൻ്റെ തറവാട്ട് മണ്ഡലങ്ങളെന്നാണ്. നെഹ്റുവിൻ്റെ പഴയ ഫിൽപൂറും, ഇനി വേണ്ട അമേത്തിയും അതുപോലെ തന്നെ റായ്ബറേലിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ അവിടെ നിന്ന് മാറി രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചു. അനവധി ആളുകൾ, പ്രശാന്ത് കിഷോറിനെ പോലുള്ള ഇലക്ഷൻ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, BJPക്ക് UPയിൽ ക്ലീൻ സ്വീപ്പ് കൊടുത്തതിൽ രാഹുൽ ഗാന്ധിയുടെ ഈ നടപടി വലിയ കാരണമായി. രാഹുൽ UPയിൽ മത്സരിച്ച്, അഥവാ പരാജയമാണ് അദ്ദേഹത്തിനെങ്കിൽ, അതാണ് വിധിച്ചതെങ്കിൽ പരാജയം അദ്ദേഹം സ്വീകരിക്കേണ്ടതായിരുന്നു. രാജ്യസഭയിലേക്ക് അദ്ദേഹം വരാമല്ലോ കോൺഗ്രസിൻ്റെ നിയമസഭകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് വീണ്ടും മത്സരിച്ച് പാർലമെൻറ്റിൽ എത്താമായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് വന്നതാണ്, വഴിമാറിയതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടായി. സമാനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം വയനാട്ടിൽ വന്ന് ഇന്ത്യയിൽ പൊരുതുന്ന സ്ത്രീത്വത്തിൻ്റെ അത്യുജ്വല നേതാക്കളിൽ ഒരാളായ വാനി രാജയ്ക്കെതിരെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ അദ്ദേഹം അവിടെ കോൺഗ്രസിൻ്റെ കൊടി പിടിക്കുന്നില്ല. കാരണം സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിച്ചാൽ അത് BJP ദുരുപയോഗം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് അത് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസിൻ്റെ കൊടി പിടിക്കുന്നില്ല. 2 ദിവസം മുമ്പ് കോഴിക്കോട് രാഹുൽ ഗാന്ധിയുടെ വലിയ ഒരു സംഗമം നടന്നു. അവിടെ കോൺഗ്രസിൻ്റെയും കൊടി പിടിച്ചിട്ടില്ല, ബലൂണുകൾ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ഷൻ കമ്പയിൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തികളും ദൗർബല്യങ്ങളും കാണിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. പക്ഷേ സമീപകാലത്തുണ്ടായ ഏറ്റവും ദയനീയമായൊരു കാഴ്ച
കോൺഗ്രസ് അതിൻ്റെ കൊടി ഉപേക്ഷിച്ചിരിക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ കൊടിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് ഒരു സാംസ്കാരിക ഘോഷയാത്രയെപ്പോലെ, സാംസ്കാരിക കലാപരിപാടിയെപ്പോലെ ബലൂണുകൾ ഊതി വീർപ്പിച്ച് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെയും ഈ UDFിൻ്റെ റാലി നടക്കുന്നത്. ആലപ്പുഴയിൽ കേസ് വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വവും സമാനമാണ്. അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. അദ്ദേഹത്തിന് ഇനിയും 2 വർഷമുണ്ട് കാലാവധി പൂർത്തിയാവാൻ. അദ്ദേഹം ഇവിടെ മത്സരിച്ചിട്ട് ആരിഫിനെ LDFിനെ പരാജയപ്പെടുത്താനാണല്ലോ അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം ജയിക്കുമോ എന്നുള്ള കാര്യം ആലപ്പുഴയിലെ വോട്ടർമാർ ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ അഥവാ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം രാജിവെക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ വീണ്ടും രാജ്യസഭ ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്നത്തെ അവിടുത്തെ സാമാജികരുടെ എണ്ണത്തിൻ്റെ തോതനുസരിച്ച് BJP സുഖസുന്ദരമായി ജയിക്കും. രാജ്യസഭയിൽ BJPക്കുള്ള സാങ്കേതികമായുള്ള എണ്ണത്തിൻ്റെ കുറവ് പരിഹരിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നത് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എന്ത് മറുപടിയാണ് പറയുക? അപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനമായൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഒരുതരം ഈ സംസ്ഥാനത്തും കോൺഗ്രസും BJPയും തമ്മിൽ ഒരു ബായി ധാരണ നടക്കുന്നു എന്ന് കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പല ഭാഗങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം പോലും ഓൾമോസ്റ്റ് നിലച്ച ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടാസിറ്റൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ വ്യക്തമാണ്. നേരത്തെ ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ 2019 ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം അടൂർ പ്രകാശന് BJP വോട്ട് ചെയ്തു എന്നുള്ളത് BJPക്കാർ തന്നെ തുറന്ന് സമ്മതിച്ചു. ഈ അണ്ടർസ്റ്റാൻഡിങ് കേരളത്തിലുണ്ട്. അതിനാണ് കോലീബി സഖ്യം എന്ന് പൊതുവെ പറയാറുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊരു ധാരണ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ വളരെയധികം താല്പര്യത്തോടെ നോക്കിക്കാണുന്നവരും അക്കാര്യത്തിൽ രാഷ്ട്രീയമായ നിലപാടുള്ളവരുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ രാഷ്ട്രീയ തരംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിക്കും, മുഴുവൻ സ്ഥാനാർത്ഥികളും. അതേസമയം കോൺഗ്രസിൻ്റെ ഈ ഒളിച്ചു കളി തീർച്ചയായും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യേണ്ടതുമാണ്. ചോദ്യങ്ങളുണ്ടെങ്കിലാവാം. ഒരു അന്തർധാര കാര്യമായിട്ട് ബാധിക്കുന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. അന്തർധാര ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കില്ല, പക്ഷെ അന്തർധാര ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഭരണവിരുദ്ധ വികാരം ഇലക്ഷൻ ഉണ്ടാവുമോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാനൊരു വിരുദ്ധ സാഹചര്യം ഇല്ലല്ലോ. ഇപ്പോൾ സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രയാസങ്ങൾ സർക്കാർ നേരിടുന്നുണ്ടെങ്കിൽ പോലും ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി മുരളീധരൻ പറയുന്നത് ഇവിടെ CPM-ഉം BJP-യും തമ്മിൽ നേരത്തെ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് മുരളീധരൻ. നേരത്തെ വടകരയിലും ബേപ്പൂരുമാണ് ഈ കുപ്രസിദ്ധമായ കോലീബിയുടെ പരീക്ഷണം ആരംഭിച്ചത്. വടകരയിലും ബേപ്പൂരുമാണ്. നമ്മുടെ K മുരളീധരനൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായിരുന്ന കാലത്താണ് BJP-യും UDF-ഉം മരിച്ചുപോയി അഡ്വക്കേറ്റ് രത്നസിംഗിനെ സംയുക്ത സ്ഥാനാർത്ഥിയായി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ അപ്പോയിൻ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഡോക്ടർ K മാധവൻകുട്ടി മരിച്ചുപോയി. അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തി മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലും കോൺഗ്രസ് കേന്ദ്രങ്ങളിലും BJP-യും UDF നേതാക്കളും ഒരുമിച്ചിരുന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം പത്രങ്ങൾക്ക് ഇൻ്റർവ്യൂ നൽകി. ആ കോലീബി സഖ്യൻ്റെ തുടക്കം കൊണ്ട കാലത്തും ഈ K മുരളീധരൻ സജീവമായിരുന്നു. കഴിഞ്ഞ 2019 അദ്ദേഹം പറഞ്ഞിരുന്നു ഇവിടെ BJP-യും CPM-ഉം തമ്മിലാണ് ബന്ധമെന്ന്. പക്ഷേ വളരെ അടിസ്ഥാനപരമായ ഒരു അന്തർധാരയ്ക്ക് മറയിടാനാണ് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാണ്. നമ്മുടെ INL-ലും തമ്മിലുള്ളൊരു യോജിപ്പിൻ്റെ പോരാട്ടത്തിൽ അല്ല, ഇപ്പോൾ ഞങ്ങൾ നാഷണൽ ലീഗ് എന്ന രീതിയിലാണ്. നാഷണൽ ലീഗ് എന്ന പാർട്ടി നമ്മുടെ നിലപാടിന് അതിൻ്റെ രാഷ്ട്രീയത്തിന് നാഷണൽ ലീഗ്
ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ വഴിത്താര വെട്ടി തുറന്നപ്പോൾ അതിന് നൽകിയ പേരായിരുന്നു നാഷണൽ ലീഗ്. ആ പേരാണ് ഞങ്ങൾ സ്വീകരിച്ച് ഇബ്രാഹിം സുലൈമാൻ സേട്ട് രൂപകൽപ്പന ചെയ്ത അക്കോടി ഉപയോഗിച്ചുകൊണ്ടാണ് പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പേരുകളൊന്നും പരിചയപ്പെടും. നിങ്ങൾ അത് സംബോധന ചെയ്ത് സുരേഷ് ഗോപിയോട് ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അദ്ദേഹം ഒരു അഭിനേതാവാണല്ലോ. അപ്പോൾ സിനിമയിൽ അദ്ദേഹം ദേശീയ അവാർഡ്, അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ ഓസ്കാർ അവാർഡിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സിനിമ അഭിനേതാക്കൾ സാംസ്കാരിക പ്രവർത്തകരാണ്. സ്വാഭാവികമായും ഒരു പ്രധാന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാം. ഇപ്പോൾ ഇന്നലെ തെലങ്കാനയിൽ മദർ തെരേസ സ്കൂളിനെതിരെ സംഘടിതമായൊരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ വെച്ച് ഒരു വിദ്യാലയത്തിന് നേരെ ഒരു നിലയിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കയ്യേറ്റം ഉണ്ടായി. വിദ്യാലയങ്ങൾ സാംസ്കാരികതയുടെ പ്രതിനിധാനങ്ങളാണ്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലക്ക് ശ്രീമാൻ സുരേഷ് ഗോപി ആ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണും? ഒന്നുകൂടി അനുബന്ധമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്, തൃശ്ശൂർ നഗരി സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന ഒരു നഗരമാണ്. സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയാണല്ലോ. അദ്ദേഹം കലാകാരനാണ്. കല, അഭിനയം, സാംസ്കാരികതയാണ്. പാലയൂർ, ലൂർദ് പള്ളികളെക്കുറിച്ച് വളരെ പ്രമാദമായ ഒരു അവകാശവാദം ഉന്നയിക്കപ്പെട്ടു. സാംസ്കാരിക കേരളം യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആളുകളുടെ സ്വാസ്ഥ്യം, സമാധാന അന്തരീക്ഷം തകർക്കാൻ പര്യാപ്തമായ ഒരു വിഷപ്രയോഗമാണ് തൃശ്ശൂരിൻ്റെ സ്വാസ്ഥ്യം മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ സ്വാസ്ഥ്യം. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ നടപടിയോടൊക്കെ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ തൃശ്ശൂരിലെ വോട്ടർമാർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കേരളത്തിലെ വോട്ടർമാർക്കും അതറിയാനുള്ള താല്പര്യമുണ്ട്. അദ്ദേഹം ഒന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാം. ഈ പ്രസ് മീറ്റിൽ ശ്രീ ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള വ്യക്തിയാണ്. കർഷക വിഭാഗത്തിൻ്റെ ഇൻചാർജാണ്. തൃശ്ശൂർ ജില്ലാ INL നാഷണൽ ലീഗ് വർക്കിംഗ് പ്രസിഡൻ്റാണ് സയ്യിദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ. തൃശ്ശൂർ ജില്ലാ നാഷണൽ ലീഗ് പ്രസിഡൻ്റാണ് മുഹമ്മദ് കുട്ടി ചാലക്കുടി. തൃശ്ശൂർ ജില്ലാ നാഷണൽ ലീഗ് ട്രഷററാണ് AT ഷറഫുദ്ദീൻ. നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് AT അബ്ദുൽ വഹാബ്.